ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസിൽ ഇന്ന് ഞാൻ വൈകുന്നേരം നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പൊട്ടറ്റോ ബജി. പൊട്ടറ്റോ ബജി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഇതേപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1/2 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി, 2 സ്പൂൺ കോൺഫ്ലവർ, ഇനി കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ചിക്കൻ മസാലപ്പൊടിക്ക് പകരം ഗരം മസാല ചേർത്താലും മതി. 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ അജ്വൈൻ, അയമോദകമില്ലേ, അയമോദകം, 2 പച്ചമുളകും 2 ഉള്ളിയും കൂടെ വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂൺ മല്ലിയില, ഇത് വളരെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇതിനാവശ്യമായ ഉപ്പ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇത് ലൂസായി പോകാനും പാടില്ല, ഒത്തിരി തിക്കാകാനും പാടില്ല. നമ്മൾ എടുത്തിരിക്കുന്ന പൊട്ടറ്റോയിൽ ഇത് കോട്ട് ചെയ്തിരിക്കണം. അതേപോലെ ഒരു ബാറ്റർ ആയിരിക്കണം തയ്യാറാക്കിയെടുക്കേണ്ടത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം. അല്പം കൂടെ ഒഴിച്ച് കൊടുക്കുക. കറക്റ്റ് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം കേട്ടോ. ഈ കൺസിസ്റ്റൻസി മതി. ഇതേപോലെ കലക്കിയെടുക്കുക. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ഓരോന്നായി ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ബജി തയ്യാറാക്കുന്നതിന് ആവശ്യമായ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഓരോ പൊട്ടറ്റോ എടുത്ത് മുക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തട്ടിക്കളഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. വളരെ നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. 2 വശം ഒന്ന് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡിയായി, നമുക്ക് കോരിയെടുക്കാം. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ പൊട്ടറ്റോ ബജി ഇവിടെ റെഡിയായി. തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. അടുത്ത പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്